നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തനിക്ക് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം. സമാധാനമായിട്ടൊരു കാര്യം പറഞ്ഞ് ധരിപ്പിക്കാനുണ്ടായിരുന്നു. ഓഫീസിൽ പോവാനുണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷേ വിഷ്ണുവേട്ടനെക്കാളും അത്യാവശ്യം അത് മറ്റൊന്നിനുമില്ല. ഒരു രാത്രി എന്തോ പറയാൻ വന്നിട്ട് ഒന്നും പറയാതെ പോയതല്ലേ. സാഹചര്യം. അന്ന് തന്റെ അച്ഛൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മനസ്സിടിഞ്ഞുപോയി. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ നടന്നത് പപ്പിയായിട്ടുള്ള പ്രശ്നങ്ങളാ. അതെന്താണെന്ന് തനിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളാ. ആയിക്കോട്ടെ, എങ്കിലിനി എനിക്കറിയാത്ത കാര്യം പറയേ. ആ രാത്രി കാർത്തിക എന്ന വിഷ്ണുവേട്ടന്റെ നവവധുവിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അപ്പോഴാ അച്ഛൻ വന്നതും ഇടപെട്ടതും. അറിയാം. പറയാനുള്ളത് കാർത്തിക ഒരു നവവധു തന്നെയാണെന്നാണ്. പക്ഷെ അത് ഈ നിൽക്കുന്ന വിഷ്ണുവിന്റെ അല്ല, മറ്റൊരാളുടേതാണെന്ന് മാത്രം. ആ മറ്റൊരാളുടെ പേര് ജയശങ്കർ. അത് ഞാൻ അറിഞ്ഞ കഥയാ. കാർത്തികയ്ക്ക് ഒരു കാമുകനുണ്ട്, ഹർഷൻ. അതാണ് കാർത്തികയുടെ കഥയുടെ സെക്കൻഡ് പാർട്ട്. അത് ഞാൻ അറിഞ്ഞ കഥയാ. ഞാൻ ചെയ്യുന്ന പണി ഒരു LD ക്ലർക്കിന്റേതല്ല വിഷ്ണുവേട്ടാ. ലാപ്ടോപ്പിൽ പതിയുന്ന ഒരു വിരൽ തുമ്പിലോ മൊബൈൽ ഫോണിൽ സ്പർശിക്കുന്ന ഒരു ഫോൺ നമ്പറിലോ വിവരങ്ങൾ എന്റെ ചെവിയിലെത്തും. നന്നായി. ഒരുപാട് പറയാൻ എനിക്കിനി മെനക്കെടണ്ടെന്നുള്ള സൗകര്യമായല്ലോ. പക്ഷെ ലാപ്ടോപ്പിനും മൊബൈൽ ഫോണുകൾക്കും കടന്നു ചെല്ലാനാവാത്തൊരു സ്ഥലമുണ്ട് ഇന്ന് ഈ ലോകത്ത്, മനുഷ്യന്റെ മനസ്സിൽ. അവിടെയുള്ളത് അവനവൻ പറഞ്ഞാലേ ജില്ലാ കളക്ടറായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ. എന്താ, അങ്ങനെയല്ല എന്നുള്ളൊരു തർക്കമുണ്ടോ തനിക്ക്? ഇല്ല. മനസ്സിലുള്ളത് മാനത്ത് കാണുമെന്നൊക്കെ പറയുന്നതേ പഴഞ്ചൊല്ല. എപ്പോഴും എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല, പ്രത്യേകിച്ചും എനിക്ക്. വിഷ്ണുവേട്ടൻ പറ, കാർത്തികയും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം. വിഷ്ണുവേട്ടനിൽ നിന്ന് തന്നെ എനിക്കതറിയണം. പറയാം. തനിക്ക് ഓർമ്മ കാണും, മധുശ്രീയായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോയ ദിവസം താനും ശാരദാമ്മയും കൂടെ അന്ന് അവിടെ വന്നിരുന്നു ആ കല്യാണം തടയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.